കുപ്രസിദ്ധ മയക്കുമരുന്ന് തലവൻ എൽ മെൻചോയെ മെക്സിക്കൻ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചു. എൽ മെൻചോ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അനുയായികൾ രാജ്യത്ത് കലാപം അഴിച്ചുവിട്ടു. 8 സംസ്ഥാനങ്ങളിൽ കലാപം വ്യാപിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയ തലവൻ നൊമേസിയോ ഒസേഗുവേര സെർവാൻസിനെ എന്ന എൽ മെൻചോയെ മെക്സിക്കൻ സൈന്യം വധിച്ചു. ഇന്നലെ മെക്സിക്കോയിലെ തബൽപയിലാണ് സൈന്യവും എൽ മെൻചോയുടെയും കാർട്ടൽ അംഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എൽ മെൻചോയെ സിറ്റിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മെക്സിക്കൻ സൈന്യം പ്രസ്താവന പുറത്തുവിട്ടു. മെക്സിക്കൻ സൈന്യത്തിന്റെ ഇന്റലിജൻസ് നൽകിയ വിവരങ്ങൾ അനുസരിച്ചും അമേരിക്ക നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൽ മെൻചോയുടെ മാഫിയ സംഘത്തിനെതിരെ നടപടിയുണ്ടായത്. സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മാഫിയ അംഗങ്ങളായ 6 പേരാണ് കൊല്ലപ്പെട്ടത്. 2 പേരെ സൈന്യം അറസ്റ്റ് ചെയ്തു. മാഫിയ സംഘത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് റോക്കറ്റ് ലോഞ്ചുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട്. എൽ മെൻചോയുടെ മരണവാർത്ത പുറത്തുവന്നതിന് പിന്നാലെ അയാളുടെ അനുയായികൾ രാജ്യത്ത് കലാപം അഴിച്ചുവിട്ടിരിക്കുകയാണ്. മെക്സിക്കോയിലെ 8 സംസ്ഥാനങ്ങളിലായി കലാപം വ്യാപിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അക്രമികളിൽ നിരവധി വാഹനങ്ങൾ തീയിടുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്ത് പ്രതിഷേധിക്കുകയാണ്. ഇതോടെ മെക്സിക്കൻ നഗരത്തിലുള്ള മിക്ക വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ജാലിസ്കോയിൽ അവധി പ്രഖ്യാപിച്ചു. ജനങ്ങളോട് വീടുകളിൽ തുടരാൻ അധികൃതർ നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസി തിരയുന്ന പിടികിട്ടാപ്പുള്ളിയായ ലഹരി മരുന്ന് മാഫിയ തലവനാണ് എൽ മെൻചോ. ജാലിസ്കോ ന്യൂ ജനറേഷൻ എന്ന കുപ്രസിദ്ധ മയക്കുമരുന്ന് മാഫിയ സംഘത്തിന്റെ തലവനാണ് ഇയാൾ. എൽ മെൻചോയുടെ തലയ്ക്ക് അമേരിക്ക $15 മില്യൺ ഇനാമും പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയിലേക്ക് വൻതോതിൽ കൊക്കൈൻ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ കടത്തിയിരുന്നവരാണ് എൽ മെൻചോയ് സംഘവും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.